ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ പ്ലാന് ഈ കാണുന്ന പോലെ അൽബൈക്ക് ഫ്രൈഡ് ചിക്കൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു ചെറിയൊരു വ്ളോഗാണിത്. KFC ചിക്കിങ് ഈ രണ്ട് ഓപ്ഷൻസ് കഴിഞ്ഞാൽ പിന്നെന്ത് എന്നുള്ളതിന് ഉത്തരമാണ് അൽബൈക്ക്. കഴക്കൂട്ടം കുളത്തൂർ ഏരിയയിൽ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഫ്രൈഡ് ചിക്കനാണ് അൽബൈക്ക്. അപ്പോൾ ഈ കാണുന്നത് അവരുടെ കുളത്തൂരുള്ള ഔട്ട്ലെറ്റാണ്. അങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അവരുടെ കൗണ്ടർ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ 2 ടേബിൾ ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഒരു 3 ടേബിൾ, ഒരു ഓൾമോസ്റ്റ് ഒരു 20 പേർക്ക് ഇരിക്കാൻ, അങ്ങനെ ടോട്ടൽ 30 മെമ്പേഴ്സിന് ഇരിക്കാനുള്ള സീറ്റിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഉള്ളിൽ. പിന്നെ പുറത്തും അതേപോലെ ഔട്ട്ഡോർ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അതേപോലെ ഒരു 2 ടേബിൾ ഉണ്ട്. ഷോപ്പ് ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർണിംഗ് 11 o'clock മുതൽ പുലർച്ചെ ഒരു 2-2:30 മണി വരെ അവർ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ് നൈറ്റ് സ്പോട്ടിലൊന്നാണ് അൽബൈക്ക്. ടൈം ഓൾമോസ്റ്റ് വെളുപ്പിന് 1 മണിയായി, അതുകൊണ്ട് തിരക്ക് തീരെയില്ല. ഈ കാണുന്നതാണ് അവരുടെ മെനു. അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളി കോമ്പോസാണ്. 2 പീസ് കോംബോ, 3 പീസ്, അതുപോലെ 4 പീസ് കോമ്പോസ്. ഇനി നല്ല ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ല അടിപൊളി കോമ്പോസ് വേറെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ബർഗേഴ്സും അൽഫാമും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന വാല്യൂ സ്നാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ 1 പീസ് ചിക്കൻ വരുന്നുണ്ട്, 3 പീസ് സ്ട്രിപ്സ്, കോംബോ ഫ്രൈസ്, ബണ്ണ്, ഡ്രിങ്ക് ഇതെല്ലാം വരുന്നൊരു കോംബോ ആണ്. 264 റുപ്പീസാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഒപ്പം GST ഉണ്ടാവും. ഇനി അഡീഷണൽ ആയിട്ട് പോലെ ബണ്ണ് അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിലുള്ള ചാർജാണ് ഇത് വരുന്നത്. ബണ്ണിന് 10 റുപ്പീസ്, പിന്നെ ഗാർലിക് പേസ്റ്റിന് 15, കോൾസ്ലോ 49. സോ സെപ്പറേറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ചിക്കൻ വേണ്ട, ഫിഷ് വേണമെന്നാണെങ്കിൽ നല്ല ഫിഷ് ബർഗർ ഉണ്ട്, ഫിഷ് ഫിംഗേഴ്സും അവൈലബിൾ ആണ്. ഫ്രൈഡ് ചിക്കൻ അല്ലാതെ സ്ട്രിപ്സ് മീലും ഹോട്ട് വിങ്സും അതേപോലെ ലോലിപോപ്പും ചെറിയ ബഡ്ജറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ടൈം പോലെ ട്യൂസ്ഡേ, വെനസ്ഡേ ആണെങ്കിൽ വേറെ സെപ്പറേറ്റ് ഓഫേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റിൽ വരുന്നവർ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ കാണുന്നതാണ് അവിടെ ഉള്ളിലുള്ള ഡൈനിങ് വരുന്നത്. അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈമുണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഇന്ന് വന്ന ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. അപ്പോൾ നമ്മുടെ കോമ്പോയിലുള്ള പെപ്സി അവർ കൊണ്ടുത്തന്ന് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പ്, അതുകൊണ്ട് തന്നെ കാത്തിരുന്നൊരു വയ്യായി. ഫുഡ് അടിപൊളിയാണ്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഈ കാണുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത വാല്യൂ സ്നാക്ക് കോംബോ വരുന്നത്. 1 പീസ് ചിക്കനും 3 പീസ് സ്ട്രിപ്സും 2 ബന്നും കോംബോ ഫ്രൈസും അതുപോലെ പെപ്സിയും 2 ഡിപ്പും വരുന്നൊരു കോംബോ ആണിത്. ഈ കോംബോയിൽ ചിക്കൻ്റെ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ പീസ് ചെസ്റ്റ് പീസാണ് കിട്ടുക. ഇതിൻ്റെ കൂടെയുള്ള 3 പീസ് സ്ട്രിപ്സും അത്യാവശ്യം നല്ല മീഡിയം സൈസ് ഉള്ള സ്ട്രിപ്സ് തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ സ്ട്രിപ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കെച്ചപ്പ് പിന്നെ ഡിപ്പ്, ഇത് 2 മിക്സാക്കി കഴിക്കാനാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ഇത് ഔട്ടർ ലെയർ തൊട്ടാലറിയാം നല്ല ക്രിസ്പിയാണ്. ഇനി ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചൂടുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിച്ച സ്ട്രിപ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രിപ്സ് തന്നെയാണ്. ചിക്കന് ഡ്രൈ ആണോ ചോദിച്ചാൽ അത്ര ഡ്രൈ അല്ല, ജ്യൂസി ആണോ എന്ന് ചോദിച്ചാൽ നല്ല ജ്യൂസി അല്ല. രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള സ്ട്രിപ്സ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഐറ്റായ ഫ്രൈഡ് ചിക്കനിലേക്ക് കിടക്കാം. കോട്ടിങ് എല്ലാം നല്ല ക്രിസ്പിയാണ്, ഒപ്പം നല്ല ചൂടുമുണ്ട്. പീസാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ചൂടുകൊണ്ട് തീരെ പറ്റുന്നില്ല. എന്തിനും കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ സാവധാനം ചെറിയ പീസാക്കി ഇനി മെല്ലെ അത് എടുത്തിട്ട് നമുക്കൊന്ന് ഡിപ്പിലെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ചിക്കനെ പറ്റിയുള്ള അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ ഫ്ലേവർ അടിപൊളി ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റ് ഫ്രൈഡ് ചിക്കനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ചിക്കന് അധികം ഓയിലി അല്ല, അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ്, നല്ല ജ്യൂസി, നല്ല അടിപൊളി ഫ്ലേവർ, ഒപ്പം നല്ല കോട്ടിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ കഴിക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്തായാലും അൽബൈക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് തന്നെ 2 കോമ്പോസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 2നും അത്യാവശ്യം നല്ല വലിയ പീസ് ചെസ്റ്റ് പീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോമ്പോസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്നാൽ പിന്നെ സാവധാനം അങ്ങ് കഴിച്ച് തീർക്കട്ടെ.
പിന്നെ പറയാൻ മറന്നുപോയത്, ഈ ബന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബന്ന് തന്നെയാണ്. പിന്നെ ഫ്രൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രൈസും, പിന്നെ ഇവരുടെ ഡിപ്പും നല്ല കട്ടിയുള്ള നല്ല ഡിപ്പാണ്. മൊത്തത്തിൽ അടിപൊളി. ഈ കാണുന്നതാണ് നമ്മളെ ബില്ല്. ഇപ്പോൾ വാല്യൂ സ്നാക്ക് 2 എണ്ണം, ഒന്നിന് 251, അപ്പോൾ ടോട്ടൽ 502. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് മിനറൽ വാട്ടർ എടുത്തിട്ട് 20. ഇപ്പോൾ ടോട്ടൽ 547 വരും, ഇൻക്ലൂഡിങ് GST. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, ഇവരുടെ സ്റ്റാഫെല്ലാം നല്ല സർവീസാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.